നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളിന്ന് മണാലിയിലെ ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് പോകുന്നത്. നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഡ്രൈവർ അജയ് ആണ്. വഴികളൊക്കെ വളരെ ദുർഘടം പിടിച്ച വഴികളാണ്. അജയ് അതൊക്കെ വളരെ ഈസി ആയിട്ട് ഇതുവഴിയൊക്കെ ഓടിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അജയ് പറഞ്ഞത് പ്രകാരം എനിക്ക് മനസ്സിലായത്, ഇത് ഇവിടെ ഈ കഞ്ചാവൊക്കെ സുലഭമായി ലഭിക്കുന്നൊരു സ്ഥലമാണല്ലോ. പൊതുവേ ഈ ഹിമാചൽ പ്രദേശ് എന്നൊക്കെ പറയുന്ന പൊതുവേ ഇവിടെയൊക്കെ എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടെന്നും, അത് കൂടുതലും വിദേശികളാണ്. അവർക്ക് താമസിക്കാനുള്ള ചെറിയ ചെറിയ ഹോം സ്റ്റേയും അങ്ങനെ ചെറിയ ചെറിയ റിസോർട്ടൊക്കെ ഇവിടെ ഇതിനകത്തുണ്ട്, ഈ കാട്ടിനകത്തുണ്ടെന്നാണ് ഈ അജയ് പറയുന്നത്. അത് കൂടുതലും ഇസ്രയേൽ അങ്ങനെ മറ്റുള്ള വിദേശ രാജ്യക്കാരാണ് കൂടുതലും വരുന്നത്. അപ്പം ഇതൊരു 2 കിലോമീറ്റർ നടന്നാണ് ഇവിടേക്ക് പോകേണ്ടത്. ഇതിൻ്റെ അങ്ങേയറ്റം, ഈ വഴിയുടെ അങ്ങേയറ്റം ഒരു വാട്ടർഫാൾസും ഉണ്ട്. ജോഗിനി വാട്ടർഫാൾസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇവിടെ എന്താണ് ഇതിനകത്തുള്ള നിഗൂഢത എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് പോയി കാണണം. കാരണം അധികം സഞ്ചാരികൾ, നമ്മുടെ ലോക്കൽ സഞ്ചാരികൾ അങ്ങനെ അധികം വരാറുള്ള, മീൻസ് ലോക്കൽ ഉദ്ദേശിച്ചത് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഇങ്ങനെ പാക്കേജൊക്കെ എടുത്തു പോകുന്ന സഞ്ചാരികൾ അധികം വരാത്തൊരു സ്ഥലമാണെന്നാണ് ഈ അജയ് പറയുന്നത്. ഏതായാലും നമുക്ക് പോയി നോക്കാം. പോയി നോക്കിയിട്ട് എന്താ സംഭവം നമുക്ക് കാണാം. അപ്പം ഈ വാഹനങ്ങളൊക്കെ പോകാനുള്ള സ്ഥലം വഴി എന്ന് വെച്ചാൽ വളരെ കൺജസ്റ്റഡ് ആണ്. ഇത് കഷ്ടിച്ച് ഒരു വാഹനം തന്നെ മുമ്പോട്ട് പോകാനോ, ഒരു കാറും ഒരു ഓട്ടോയും വന്നു കഴിഞ്ഞാൽ തന്നെ വഴി നല്ല ബ്ലോക്കാവുന്ന ഒരു രീതിയിലാണ്. അത് മുകളിലേക്ക് പോകും തോറും വഴിയുടെ വീതി കുറഞ്ഞു വരികയാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ അനാവശ്യമായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പോകുന്ന വഴിക്കൊരു തടസ്സമാണ്. ഏതായാലും അജയ് പറയുന്നത് ഇവിടെ തന്നെയാണ്, ഇവിടെ തീരുകയാണ് വഴി. ഈ വാഹനം പോകാനുള്ള വഴി ഇവിടെ കഴിയുകയാണ്. ഇവിടെ നമുക്കൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നാണ് പോകേണ്ടത്. ഒടുവിൽ എന്തായാലും നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്നു. ഇനി ഇവിടെ വാഹനം ഇട്ടിട്ട് നമ്മൾ 100 രൂപയാണ് പാർക്കിംഗ് ഫീ ആയിട്ട് ഇവിടെ. ഓക്കെ, ഇവിടെ വണ്ടി ഇട്ടിട്ട് നമ്മളിനി നേരെ 2 കിലോമീറ്റർ നടക്കാൻ പോവാണ്. അധികം കയറ്റങ്ങളൊന്നുമില്ല, നമുക്ക് നടക്കാവുന്ന നിരപ്പിലാണ് കിടക്കുന്നതെന്നാണ് അജയ് പറയുന്നത്. സത്യമാണ്. ഇപ്പം നമ്മളിവിടെ നടന്നു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. വളരെ ഇടുങ്ങിയ നടന്നു പോകാനുള്ള വഴിയാണ്. ഇതിലൂടെ ബൈക്ക് പോകും കേട്ടോ, ധാരാളം ബൈക്ക് ഇതിലൂടെ പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ആകെ ഒരു പ്രശ്നം. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കയറ്റമോ കുഴികളോ ഒന്നുമില്ല. നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന വഴി തന്നെയാണ്. ഈ അജയാണ് മുന്നേ പോകുന്നത്. അജയ് നമ്മുടെ വഴികാട്ടിയായിട്ട് മുന്നേ പോവുകയാണ്. കാരണം ഈ വഴി കയറുമ്പം ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടൊക്കെ ഇതേപോലത്തെ സമാനമായ വഴികളുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിലങ്ങ് തെറ്റാതെ നേരെ കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരൻ മുമ്പേ പോവുകയാണ്, നമ്മൾ പുറകെ. ഏതായാലും പോയി നോക്കാം. നമുക്ക് ധാരാളം വിദേശികളെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഞാനിങ്ങോട്ട് വന്ന സ്ഥലത്ത് അവരൊക്കെ ഈ എന്താ പറയുക, കഞ്ചാവ് പുക എടുത്തുകൊണ്ടിരിക്കും. കഞ്ചാവാണെന്ന് എനിക്ക് പറയാൻ ഉറപ്പില്ല. അവരൊക്കെ പുക എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ അവരുടെ നേരെ ക്യാമറ തിരിച്ചില്ല. കാരണം ഇനി അതൊരു വിഷയമാക്കണ്ടെന്ന് കരുതി. പക്ഷേ ഈ 2 സൈഡിലുമുള്ള ചെറിയ ചെറിയ വീടിൻ്റെ പിന്നെന്താ പറയുന്നത്, മുകൾ നിലയിലും ബാൽക്കണിയിലൊക്കെ ഇരുന്ന് ഈ വിദേശികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ പുകയെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അതാണ് മറ്റേതാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ അതുകൊണ്ട് അവരുടെ നേരെ ക്യാമറയൊന്നും തിരിച്ചിട്ടില്ല. ഇവിടെ അതുപോലെ തന്നെ ധാരാളം താമസക്കാരുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ വരുന്ന ഈ ടൂറിസ്റ്റുകളെ ഉപജീവിച്ചാണ് മുമ്പോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ പ്രധാന വരുമാനം ഈ വീടുകളിലെ 1-2 മുറിയൊക്കെ ഇവർക്ക് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഫോറിനേഴ്സിനാണ് കൂടുതലും അവർ താല്പര്യം കാണിക്കുന്നത്. കാരണം അവർ റൂം എടുത്ത് ചിലപ്പം 2-3 മാസത്തേക്കൊക്കെ എടുക്കുന്നത്. അപ്പം ഈ ഇടയ്ക്ക് പുതിയ താമസക്കാരെ തിരക്കി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അവർ അവിടെ 3 മാസമൊക്കെ താമസിച്ചോളും. ഈ വരുന്നവരെ കണ്ടോ, അവരുടെ ഡ്രസ്സൊക്കെ നോക്കിയേ, അവരുടെ കോസ്റ്റ്യൂം. ഇവിടെ ഗുരു സിനിമയിൽ മോഹൻലാലിൻ്റെയും മറ്റ് ആർട്ടിസ്റ്റുകളും ഉപയോഗിച്ചിരുന്ന സെയിം കോസ്റ്റ്യൂമാണ്. ഞാൻ ഇവരെ തിരികെ വന്നപ്പോൾ ഇവരെ മാർക്കറ്റിൽ വെച്ച്, ഇതിൻ്റെ വെളിയിറങ്ങി മാർക്കറ്റിൽ വെച്ച് അവരെ കണ്ടിരുന്നു. ഇവർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു. ഞാൻ അടുത്ത് പോയി നോക്കിയിരുന്നു. അപ്പോൾ അവർ ശരിക്കും ഗുരു സിനിമയുടെ അതേ സെയിം കോസ്റ്റ്യൂമാണ്. ഇതിൽ ആ പെൺകുട്ടി ഇസ്രായേൽ പെൺകുട്ടിയാണ്. ആ ആള് ഇന്ത്യക്കാരനാണ്. അവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ട്. അവരിവിടെ ഇതുപോലെ ഒന്ന് പരിചയപ്പെട്ടിവിടെ താമസമായി. ഇപ്പോൾ ഏതാണ്ട് 6-7 മാസം ഇവിടെ താമസിക്കുമെന്നാണ് അജയ് എന്നോട് പറഞ്ഞത്. ശരിയായിരിക്കാം. കാരണം ഇവിടെ അങ്ങനെ ധാരാളം വിചിത്രമായ, നമുക്ക് കണ്ട വിചിത്രമെന്ന് തോന്നുന്ന പല രൂപത്തിലുള്ള ആൾക്കാർ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇപ്പോഴും ആപ്പിൾ സീസൺ അങ്ങോട്ട് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ ധാരാളം ഇട സൈഡിലൊക്കെ ധാരാളം ആപ്പിളുകൾ നിൽപ്പുണ്ട്. പിന്നെ ഈ കാണുന്ന വീടൊക്കെ ഇല്ല, ഇതിനകത്തൊക്കെ താഴെ ഇതിൻ്റെ ഓണർ തന്നെ താമസിക്കുന്നത്, ഈ ഹൗസ് ഓണർ തന്നെ താമസിക്കും. മുകളിലത്തെ നില ഇവരിങ്ങനെ വാടകയ്ക്ക് കൊടുക്കും. ഇവിടെ മനോഹരമായ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിന് നമ്മളതിൻ്റെ മെനു ഒക്കെ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഇസ്രയേലി ഫുഡൊക്കെ ഇവിടെ അങ്ങനെ ഇഷ്ടംപോലെ കിട്ടുന്നൊരു സ്ഥലമാണ്, റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റ് അകത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ട് ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകൾ. ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ളതും. ഇവിടെ എല്ലാം കൂടുതലും ഈ പറഞ്ഞ ഇസ്രയേലി അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരുടെ ഫുഡാണ് കൂടുതലും ഇവിടെ കിട്ടുക. ഇന്ത്യൻ ഫുഡ് കിട്ടുന്നത് നമ്മുടെ ഹിമാലയൻ ട്രൗട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ആ ഒരു മത്സ്യമുണ്ട്, അത് എല്ലാ റെസ്റ്റോറൻറ്റിലും കിട്ടുന്നൊരു സാധനമാണ്. അതിവിടെയും കിട്ടും. വരുന്ന വഴികൾ ഇടുങ്ങിയതാണെങ്കിലും നമുക്ക് നടന്നു പോകാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നടക്കാൻ പറ്റുന്ന ആർക്ക് വേണമെങ്കിലും ഇവിടെ ഈ 2 കിലോമീറ്റർ നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വരാം. നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുക. ജോഗിനി വാട്ടർഫാൾസ് കാണാം എന്നതിലുപരി ഇവിടെ മറ്റനേകം കാഴ്ചകളുണ്ട്. ഇത് ബിയാസ് നദിയാണ്. ജോഗിനി വാട്ടർഫാൾസ് അത് താഴേക്കൊഴുകി ഈ നദിയിലേക്കാണ് വന്നു ചേരുന്നത്. ഇവിടെ ധാരാളം ആപ്പിളുകൾ നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈഡിലൊക്കെ ആപ്പിൾ സീസൺ കഴിഞ്ഞാലും ആപ്പിളുകൾ ധാരാളം നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ടിബറ്റൻ ഫ്ലാഗുകളുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഈ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശങ്ങളുടെ പല ഭാഗങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ഫ്ലാഗുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആപ്പിൾ നേരത്തെ ഞാൻ ഒരു മരവും കാണിക്കാൻ, അതിനകത്തൊക്കെ 5-6 ആപ്പിളുകളെ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടോ, നിറച്ച് നിൽക്കുകയാണ്. നമുക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ആർക്കും വേണ്ട. ഇത് ചുമ്മാ ഇതിൻ്റെ ചുവട്ടിൽ നോക്കണം, ചുമ്മാ അടന്ന് വീണ് പോയി കിടക്കുകയാണ്. നമുക്ക് സങ്കടം വരും കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, വിദേശികൾ വിചിത്ര രൂപങ്ങളെ, അവർക്ക് വല്ലാതെ അവരുടെയൊക്കെ ഡ്രസ്സുകളും അവരുടെ മുഖവും ഒക്കെ വല്ലാതിരിക്കുകയാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വിദേശികളുടെ കണക്കല്ല. അവരുടെ ഒരു മുഖമൊക്കെ വേറെ ഒരു രൂപമാണ്. ഒരു മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി ചീകാതെ ഒക്കെ ഇട്ടിരിക്കുന്ന മുടി അറിയാമല്ലോ, അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ ചെറിയ പാലത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് ദൂരെ ആ വാട്ടർഫാൾസിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും, ചെറിയ ഈ ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പം നമ്മൾ അതിനടുത്ത് എത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. ഈ വലസൈഡിൽ കാണുന്നില്ലേ, ഇതൊക്കെ വിദേശികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരാൾ നമുക്ക് കയറി കണ്ടില്ലേ, ഇങ്ങനെ ചാടിക്കയറി പോയിട്ടില്ല ഒരാൾ, അയാളൊരു ഫോറിനറാണ്. കണ്ടില്ലേ, നമ്മുടെ മുമ്പിൽ കാണുന്നൊരു സിസ്റ്റേഴ്സ് എന്ന പേരൊരു കഫേയാണ്. അതൊരു കഫേയാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെ കയറുന്നുണ്ട്. അവിടെ കയറുമ്പോൾ കുറച്ച് കാഴ്ച ഉണ്ട് കേട്ടോ, ഞാൻ വരുമ്പം കാണിച്ചു തരാം. ഇതുപോലുള്ള ധാരാളം നായ്ക്കളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്നും ഉപദ്രവിക്കത്തില്ല, എല്ലാം നമ്മളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മളിൽ നിന്ന് എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന പട്ടികളാണ്. അവരൊന്നും നമ്മളെ ആരെയും ഉപദ്രവിച്ച് കണ്ടിട്ടില്ല, നമ്മളെ കണ്ട് കുരയ്ക്കത്ത് പോലുമില്ല. നമ്മളോട് ചിലപ്പോൾ നമ്മുടെ കൂടെ അങ്ങ് നടക്കുകയും ചെയ്യും. അജയ് നമ്മളിനി കാണാൻ പോകുന്ന വഴികളെക്കുറിച്ചൊക്കെ ഒരുപാട് വിവരണങ്ങൾ തരുന്നുണ്ട്. ഇനി വരുന്ന വഴിയുടെ സൈഡിലെല്ലാം പൈൻ മരങ്ങളാണെന്നാണ് അജയ് പറയുന്നത്. പിന്നെ നമുക്കിവിടെ വേറൊരു കാര്യം കാണാൻ കഴിയുന്നത്, മിക്ക ഫോറിനേഴ്സിൻ്റെ കയ്യിലും ചിലപ്പോൾ ഒരു വളർത്തുനായ ഉണ്ടാകും. അത് ഇസ്രയേലുകാരാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇസ്രയേലുകാരാണ്. അവർ ധാരാളം നായ്ക്കളെ വളർത്തുന്നവരും ഈ മിക്ക യാത്ര നടത്തുമ്പോഴും കൂടെ അതിനെ പല രാജ്യങ്ങളിലും കൊണ്ടുപോവുകയും ചെയ്യുന്നവരാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മനോഹരമായ പൈൻ കാടുകളാണ് നമ്മുടെ വാഗമണിലും കൊടൈക്കനാലിലൊക്കെ കാണുന്ന പോലുള്ള പൈൻ മരങ്ങൾ. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം വളരെ വ്യക്തമായി നമുക്ക് കേൾക്കാൻ പറ്റും. അതിനർത്ഥം നമ്മൾ ഏതാണ്ട് വാട്ടർഫാൾസിന് അടുത്ത് എത്തിയിരിക്കുന്നു. ഏതാണ്ട് 2 കിലോമീറ്ററോളം നമ്മളിപ്പം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ എതിരെ വരുന്ന ഈ ഫോറിനേഴ്സ്, ഇങ്ങനെ ധാരാളം പേര് എതിരെ വരുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ആക്ച്വലി വാട്ടർഫാൾസ് കാണാൻ പോകുന്നവരല്ല കേട്ടോ. നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാട്ടിനകത്ത് കൊച്ചു നടവഴികളുണ്ട്. ഇതിലൂടെയൊക്കെ ഇവരിങ്ങനെ ദൂരോട്ട് നടന്നങ്ങ് മറഞ്ഞു പോയി. എവിടെ പോകുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം തന്നെ നമുക്ക് അങ്ങനെ കുറച്ച് ആൾക്കാർ പല ഭാഗത്തുനിന്ന് ഇറങ്ങി വരുന്നതേ കാണാൻ പറ്റും. മൊത്തത്തിലൊരു ഹൊറർ ഫീലാണ്. നിങ്ങൾ എന്തായാലും വരണം. നിങ്ങൾ മണാലി വരുന്നെങ്കിൽ 2 കിലോമീറ്റർ നടന്നാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ജോഗിനി വാട്ടർഫാൾസ് കാണാൻ വരണം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വാട്ടർഫാൾസിനെ കുറിച്ച് പറയാം. ഇത് ജോഗിനി വാട്ടർഫാൾസ് 160 അടി ഉയരത്തിൽ നിന്നാണ് ഈ വാട്ടർഫാൾസ് വരുന്നത്.
ഇത് വളരെ എന്താ പറയുക കനം കുറഞ്ഞ തിന്നായ ഒരു വാട്ടർഫാൾസാണ്. ഏത് സീസണിലും ഇതിങ്ങനെ വരാറുള്ളൂ. അങ്ങനെ വളരെ വീതിക്ക് ഒഴുകുന്ന ഒരു വാട്ടർഫാൾസ് അല്ല. പക്ഷേ അവിടെ നമുക്ക് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ താഴെ തന്നെ ജോഗിനി മാതാ ഒരു ദേവീക്ഷേത്രമുണ്ട്, ഒരു മാതാക്ഷേത്രമുണ്ട്. അവിടെ ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഒരു പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒരു പുറത്തുനിന്നുള്ളൊരു സൗണ്ടും ഇല്ല. വളരെ നിശബ്ദമായ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നമുക്ക് നല്ല ഏകാഗ്രത കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇവിടെ ചുമ്മാ ഇങ്ങനെ കണ്ണടച്ചിരുന്നുണ്ടല്ലോ, നിങ്ങൾ വേറൊരു ലോകത്തെത്തും. ഞാനീ പറഞ്ഞത് പുകയടിച്ചിട്ടൊന്നും അല്ല കേട്ടോ, അല്ലാതെ യഥാർത്ഥ ഭക്തിയോടുകൂടി ഇവിടെ കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്. നമുക്ക് നല്ല മനസ്സിന് നല്ല ശാന്തത കിട്ടും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കഫേയിലേക്കാണ്. ആ കഫേയിൽ നിങ്ങളെ കാത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതാണ് സിസ്റ്റർ കഫേ. ഇതെന്താ ചെടിയെന്നറിയാമോ? ഞാൻ ചെടിയുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതാണ് ഇതിൻ്റെ ചുറ്റും, എൻ്റെ 2 സൈഡിലും ഇതിൻ്റെ പിന്നാമ്പുറത്തും എല്ലാം ഈ ചെടികളാണ്. ഈ ചെടികളുടെ നടുക്കാണ് ഈ കഫേ നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്നൊരു കട്ടനൊക്കെ പറഞ്ഞു. കട്ടൻ പലതരത്തിലുണ്ട് ഇവിടെ, പക്ഷെ ഞാൻ പ്ലെയിൻ, തെറ്റിദ്ധരിക്കേണ്ട, സാധാരണ കട്ടനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. പിന്നീട് ഇറങ്ങി. ഇത്രയും മനോഹരങ്ങളായ സ്ഥലങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് ദൈവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതൊന്നും കാണാതെ വെറുതെ ജോലി ചെയ്യുക, ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക, ഇങ്ങനെ പോയിട്ട് എന്ത് കാര്യം? ഇത്രയും നല്ല സ്ഥലങ്ങൾ നിങ്ങൾ വന്ന് കണ്ടില്ലെങ്കിൽ നമ്മൾ ഡിക്ക് ചോദിക്കുന്നത് പോലെ ഇതൊന്നും കാണാതെ ഈ ഭൂമിയിൽ ജോലി ചെയ്ത് ഉറങ്ങി മരിച്ച് മുകളിൽ ചെല്ലുമ്പം ദൈവം ചോദിക്കില്ലേ, എടാ ഇത്രയും മനോഹരങ്ങളായ സ്ഥലങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് നീ അതൊന്നും കാണാതെ ഇങ്ങനെ കയറി പോരുന്നോടാന്ന്. നമുക്ക് ആ സീൻ ഒഴിവാക്കാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ചെറിയ ചെറിയ യാത്രകൾ നടത്തി നമുക്ക് ഉള്ള സ്ഥലങ്ങൾ, ലോകം മുഴുവൻ കാണാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, ഉള്ള സ്ഥലങ്ങൾ കാണാൻ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. വീണ്ടും മണാലിയിൽ തന്നെയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.